മലപ്പുറത്ത് ആദ്യമായി ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കാൻ പോവുകയാണ്. മാ ഫെസ്റ്റ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ കൂടെയുണ്ട്. എന്താണ് മാ ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്? മുസ്ലിം യൂത്ത് ലീഗ് ആദ്യമായാണ് ഒരു സാഹിത്യോത്സവം നടത്തുന്നത്, ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന് പറയാം. ഞങ്ങൾ സമരരംഗത്തും അതുപോലെ പൊതുപരിപാടികളൊക്കെയാണ് സാധാരണ സംഘടിപ്പിക്കാറ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ട്. നമ്മൾ നേരിടുന്ന വിദ്വേഷ ഹേറ്റഡ് പൊളിറ്റിക്സും അതുപോലെ വിഭാഗീയതയും ജനങ്ങൾ തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് സാമൂഹികപരമായി കാണാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മാ എന്ന ഒരു നാമം, ഇത് ഒരുപാട് നന്മയുടെ പേര് മായിലുണ്ട്. മാതാവ്, മണ്ണ്, മനുഷ്യൻ, എല്ലാ നന്മകളും പ്രവേടുത്ത ഒരു അക്ഷരമാണ് മാ. അത് മലപ്പുറം അതുമായി നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മലപ്പുറത്തിൻ്റെ നന്മയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ഇവിടെ മലപ്പുറത്തിൻ്റെ ഒരുപാട് സാംസ്കാരികപരമായ പാരമ്പര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മലപ്പുറത്ത് ഇവിടെ പ്രവേടുത്ത ഒരുപാട് ദൈക്ഷണികമായ മേഖലയിലും സാംസ്കാരികപരമായ മേഖലയിലൊക്കെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെ അതിനെ നമ്മൾ ആഘോഷിക്കുകയും മലപ്പുറത്തിൻ്റെ വൈവിധ്യങ്ങൾ ആഘോഷിക്കാൻ ഒക്കെ നമ്മളൊരു അവസരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സൗഹൃദങ്ങളെ കൂട്ടിയിണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ദൗത്യം കൂടി നമ്മുടെ ഇതിൻ്റെ പിന്നിലുണ്ട്. നമുക്ക് ഒരു സർഗാത്മകമായ ഒരു ഇടപെടലും പ്രതിരോധവും ഒക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. കായികമായ പ്രതിരോധമല്ല ഈ കാലത്തിന് ആവശ്യം, ആശയപരമായ പോരാട്ടമാണ്. പ്രത്യേകിച്ച് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയും അതുപോലെ മറ്റ് ഈ സ്റ്റീരിയോടൈപ്പ് മേഖലയൊക്കെ നമ്മളൊക്കെ അതിൽ നിരാശരാണ്. അപ്പം അങ്ങനെയുള്ള മേഖലയിൽ നിന്നും നമുക്ക് പുതിയ തലമുറക്ക് പ്രതീക്ഷ കൊടുക്കാൻ സാധിക്കുന്ന അക്ഷരങ്ങളാണ് ലോകത്ത് നവോത്ഥാനങ്ങളുണ്ടാക്കിയത്, സാമൂഹിക പുരോഗതികളുണ്ടാക്കിയത്. അത് ഈ കാലഘട്ടത്തും അതിൻ്റെ ഗൗരവത്തോടു കൂടി പുതിയ തലമുറക്ക് നമുക്ക് അത്തരത്തിലുള്ള മേഖലകളെ ഒരുപാട് 200-ലധികം പ്രമുഖരായിട്ടുള്ള വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ, വ്യത്യസ്ത സെഷനുകളൊക്കെ 60 വ്യത്യസ്ത സെഷനുകളും 200-ലധികം ഗസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ അതിൽ കലാസാഹിത്യ രംഗത്തുള്ള ആളുകളുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, മാധ്യമ രംഗത്തുനിന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിരുന്ന് ഒരുക്കുകയാണ് ഞങ്ങൾ. അതിൽ ഞങ്ങൾ പ്രതീക്ഷയുണ്ട് ഒരു യുവജന രാഷ്ട്രീയ ഒരു സംഘടന നിലക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തം ഇത്രയും വലിയ രീതിയിൽ നമുക്ക് ഇവിടെ ഇടപെടേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഇതിവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. രാഷ്ട്രീയത്തിന് അതീതമായുള്ളൊരു പങ്കാളിത്തം തന്നെയാണോ ഈ വേദിയിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്? തീർച്ചയായും ഇത് രാഷ്ട്രീയ സംഘടനയാണ് നടത്തുന്നതെങ്കിലും ഇതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ നേട്ടം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇത് നമ്മുടെ ഒരുപാട് ചിന്തിക്കുന്ന ആളുകൾ, വായിക്കുന്ന ആളുകൾ, അതുപോലെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകൾ, അവർക്കൊക്കെ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അവരെ കൂടുതൽ ഉണർത്താനും ഒക്കെ നമ്മൾക്കുള്ള ഒരു ഉത്തരവാദിത്വം എത്രത്തോളമുണ്ട് അത് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൂടുതൽ സമ്പന്നമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കൂടി നേതൃത്വത്തിലാണല്ലോ ഇത് നടക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായത്? നേരത്തെ തങ്ങൾ സൂചിപ്പിച്ച പോലെ 3 ദിവസത്തെ പരിപാടിയാണ്. നാളെ ബുക്ക് ഫെയറോട് കൂടിയാണ് ആരംഭിക്കുന്നത്. ഒരുക്കങ്ങൾ ഏകദേശം ഞങ്ങളൊരു 4 മാസം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ പ്രൊമോഷൻ പരിപാടികൾ താഴെത്തട്ടിൽ, അതായത് നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ ലീഡർഷിപ്പിലും പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റികളുടെ ലീഡർഷിപ്പിലുമൊക്കെ പ്രൊമോഷൻ പരിപാടികൾ നടന്നിട്ടുണ്ട്. വലിയ പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. വലിയ പ്രതീക്ഷയോടുകൂടി ആളുകൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, അതിനപ്പുറമുള്ള പൊതുസമൂഹം വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ലിറ്ററേച്ചർ ഫെസ്റ്റിലെ നഗരി ഏറെക്കുറെ അതിൻ്റെ ഒരു സമ്പൂർണ്ണമായ ഒരുക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകും. കൾച്ചറൽ പ്രോഗ്രാം എന്നുള്ള രീതിയിലേക്കാണ് 4 ദിവസവും കൾച്ചറൽ പ്രോഗ്രാം എന്നുള്ള നിലക്കാണ് നേരത്തെ താങ്കൾ പറഞ്ഞു. കൾച്ചറൽ പ്രോഗ്രാം അതിന് ഭാഗമായി ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് ഗൗരവപരമായിട്ടുള്ള ചർച്ചകളാണ് ഇതിലുണ്ടാവുക. വൈകുന്നേരങ്ങൾ അതിൽ കൾച്ചറൽ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കും. എത്രത്തോളം ആളുകളുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട്? ഞങ്ങളൊരു 50,000-ന് മുകളിൽ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് 3 ദിവസങ്ങളിലായിട്ട്. ഏറെക്കുറെ അതുണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ആളുകൾ വലിയ താല്പര്യത്തോടു കൂടി ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. അവരുടെ വിളികളും അവരുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും 50,000-ന് മുകളിൽ ആളുകൾ ഇത് കേൾക്കാനും വേണ്ടി വരും. നേരത്തെ കോഴിക്കോടും തിരുവനന്തപുരത്തും എറണാകുളത്തൊക്കെ ഇത്തരത്തിൽ ഫെസ്റ്റിവലുകൾ നടക്കാറുണ്ട്. പക്ഷേ മലപ്പുറത്ത് ഇത് ആദ്യമാണ്.
മലപ്പുറത്ത് ആദ്യമാണ് അത് നടത്താൻ ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ള ഏറ്റവും വലിയൊരു അഭിമാനം ചാരിതാർത്ഥ്യമുണ്ട്. അവഗണന നമ്മളെ പരിഹരിക്കുകയാണ്. അതൊരു സാംസ്കാരികപരമായ അവഗണനയാണ്, അതും പരിഹരിക്കുകയാണ്. അത് കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒന്നും പോരല്ലോ. മലപ്പുറം ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. മലപ്പുറമാണ് സാംസ്കാരിക കേന്ദ്രം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ആവേണ്ടത് മലപ്പുറമാണ്. ഭാഷാപിതാവ് ഇവിടെയാണ്, പൂന്താനം ഇവിടെയാണ്, ഉറൂബ് ഇവിടെയാണ്, MT അടക്കമുള്ള കമലാസുരയ്യ അടക്കം സാഹിത്യകാരന്മാരൊക്കെ ഇവിടെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കെതിരായിട്ടൊരു സാംസ്കാരിക അവഗണന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനോടുള്ളൊരു ഒരു പോരാട്ടം കൂടിയാണിത്. എന്തായാലും വലിയ ആവേശത്തോടു കൂടിയാണ് മലപ്പുറത്ത് മാ ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. അതിൻ്റെ നാളെ മുതൽ അത് ആരംഭിക്കാൻ പോവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.